ഹലോ ഹായ് നമസ്കാരം. സവിൻ സംഗീത റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. 1-2 പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു, പക്ഷേ ഈ കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ഞാനുള്ളത് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനും ഫ്രണ്ടും കുട്ടികളും കൂടിയാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇറങ്ങി ഏകദേശം തുഷാരഗിരി എത്താനായിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടും ഹസ്ബൻഡും കൂടി ബൈക്കിൽ ഫ്രണ്ട് പോകുന്നുണ്ട്. ഞാനും കുട്ടികളും കൂടി കാറിലാണ്. എല്ലാവർക്കും കൂടി കാറിൽ കൊള്ളാത്തത് കൊണ്ട് ബൈക്കും കൂടി എടുത്താണ്. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറയൂ. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നല്ല പാറക്കെട്ടുകളും ഒക്കെ ആയിട്ടുള്ള കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വാട്ടർഫാൾസ് കാണുന്നതിന് മുൻപേ ആയിട്ട് ഇവിടെ ഒരു പാലമുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് നല്ല രസമുള്ള കാഴ്ചയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ളം തീരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പാറക്കെട്ടുകളും കല്ലുകളും ഒക്കെ കാണുന്നത്. മഴക്കാലം ഏകദേശം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് വെള്ളം തീരെ ഇല്ലാത്തത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്യണം, എന്നിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. ഇന്നിപ്പം കുറച്ച് കാറുകളെ കാണുന്നുള്ളൂ, കാരണം ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഇത് ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. ഇതിന് മുന്നേ ഞങ്ങൾ 2 പ്രാവശ്യം വന്നിരുന്നു, അപ്പം ഇങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ ഒരു തെയ്യം ഒക്കെ കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു. 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് അധികം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കയറ്റാണ് കേട്ടോ, അത് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും വെള്ളം കുറവാണ് കേട്ടോ. സാധാരണ ആ ഫുള്ള് പാറേൻ്റെ മുകളിൽ കൂടി ഫുൾ വെള്ളം വരാറുണ്ട്. ഇന്നിപ്പം കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ, ഇതാ കണ്ടില്ലേ. അപ്പം നമുക്കിനി ഈ ഒരു തൂക്കുപാലത്തിലൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം.
അതുവഴിയാണ് നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്തും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ താഴെ തന്നെ ഉള്ളൊരു വാട്ടർഫാൾസ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം കയറിപ്പോയാലും വേറെ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകാം. പിന്നെ ഇതാ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഫുൾ വെള്ളമായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ഇപ്പം അധികം വെള്ളമൊന്നുമില്ല. പിന്നെ ഇതാ ആ കാണുന്നത് നേരത്തെ നമ്മൾ നടന്നു വന്ന പാലമാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വെള്ളത്തിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട്. നല്ല റെഡ് കളറുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഓ എത്ര നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അത് വേറൊരു വാട്ടർഫാൾസ് ആണ്. അവിടെ 3 മണിക്ക് ശേഷം ആ മുകളിലേക്ക് കയറ്റി വിടുന്നില്ല. ഇപ്പം 3 മണി കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു വലിയൊരു മരമാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് കാണാം. ഇവിടെ ഒരു മുത്തശ്ശി മരമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാൻ പറ്റും. ഇത് മുകളിൽ വരെ ഒരു പൊത്തു പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ദാ ഞാൻ ഈ മരത്തിൻ്റെ ഉള്ളിലാണുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ. കാണില്ലേ, മരത്തിൻ്റെ ഒരു പൊത്താണ്. ഇതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ അതാ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
മുകളിൽ നമുക്ക് ആകാശമൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, മുകളിൽ വരെ ഫുൾ കാലിയാണ്. പക്ഷേ ഈ മരത്തിന് ഫുൾ ഇലകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും ഒരു മുത്തശ്ശി മരം തന്നെയാണ് കേട്ടോ. ഒരുപാട് കൊല്ലമായിട്ടുള്ള ഒരു മരമാണ്. അപ്പം ഇനി ഞാനിതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് കേട്ടോ. പുഴയുടെ ഒരു സൈഡ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ നമ്മുടെ മുള മരം അത് കുറേ കാണാനുണ്ട് ഇവിടെ. ഇതാ കണ്ടില്ലേ, നല്ല പന്തൽ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മെല്ലെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ പേര് അറിയാലോ, 7 സംഗീത റോക്സ്.